വയറിൽ ഉണ്ടാവുന്ന അസിഡിറ്റി അലർജിക്ക് ഒരു മെയിൻ കാരണമാണ്. കാലങ്ങളായിട്ട് നിർത്താതെയുള്ള തുമ്മലും കണ്ണൊഴിച്ചിലും ഒക്കെ പോലുള്ള അലർജിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. ഈ അലർജിക്ക് കാരണം എന്താണെന്ന് അറിയില്ല. അതിന്റെ മെയിൻ കാരണം തന്നെ വയറിന്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം, നെഞ്ചരിച്ചിലായിരിക്കാം, പൊളിച്ചുകെട്ടലായിരിക്കാം. ഇതൊക്കെ തന്നെ അലർജിയോട്ട് നയിക്കുന്നുണ്ട്. അതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വയറിൽ ദഹനരസം ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിന്റെ pH വാല്യൂ വെച്ചാൽ 1 to 3 വരെ നോർമൽ ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ വയറ്റിലുള്ള പ്രോട്ടീന്റെ ഡൈജഷന് സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതേപോലെ മെഗ്നീഷ്യത്തിന്റെ, കാൽസ്യത്തിന്റെയും ഒക്കെ അബ്സോർപ്ഷൻ സഹായിക്കുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതേപോലെ ഫംഗസും ബാക്ടീരിയ ഒക്കെ വയറ്റിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, നെഞ്ചരിച്ചിലും പൊളിച്ചുകളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH വാല്യൂവിൽ വേരിയേഷൻ വരികയും അപ്പൊ നമ്മുടെ വയറ്റിലോട്ട് എത്തുന്ന പ്രോട്ടീനിലൊക്കെ ദഹിക്കാതെ വരികയും ഈ പ്രോട്ടീനൊക്കെ അതേപോലെ തന്നെ കുടലിലോട്ട് പോകുന്നുണ്ട്. കുടലിൽ നിന്ന് നേരെ ലീക്കി കെട്ട് വഴി ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നുണ്ട്. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് നമ്മുടെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനൊരു ഓവർ റിയാക്ഷൻ സംഭവിക്കും. ഇതുമൂലമാണ് അലർജി ഉണ്ടാവുന്നത്. അലർജിയുടെ കൂടെ അസിഡിറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾ അലർജി മാറുള്ളൂ കേട്ടോ.